അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദരിദ്രനോട് കരുതലുള്ളവൻ ഭാഗ്യവാനാകുന്നു. കഷ്ടതയുടെ നാളിൽ കർത്താവ് അവനെ സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രനോട് കരുതലുള്ളവൻ ഭാഗ്യവാനാകുന്നു. കഷ്ടതയുടെ നാളിൽ കർത്താവ് അവനെ സംരക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കും. അവന്റെ ജീവൻ സംരക്ഷിക്കും. അവിടുന്ന് ഭൂമിയിൽ അവന് നന്മ നൽകും. അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. രോഗശയ്യയിൽ കർത്താവ് അവനെ താങ്ങും. പൂർണ്ണമായവന് സൗഖ്യമേകും. അങ്ങാണ് എൻ്റെ കർത്താവ്, എന്നോട് കരുണ തോന്നണമേ. എന്റെ ആത്മാവിന് സൗഖ്യം നൽകണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്നാണ് അവൻ മരിച്ച് അവന്റെ നാമം ഇല്ലാതാകുന്നതെന്ന് ശത്രുക്കൾ എന്നെ ദുഷിച്ചു പറഞ്ഞു. അവർ എന്നെ കാണാൻ വന്നപ്പോൾ പൊള്ളവാക്കുകൾ പറഞ്ഞു. ഹൃദയത്തിൽ അവർ ദോഷം ആലോചിച്ചിരുന്നു. തെരുവിലിറങ്ങി എന്നെ ദുഷിച്ചിരുന്നു. എന്നെ വെറുക്കുന്നവരെല്ലാം ഒന്നു ചേർന്ന് മന്ത്രിച്ചു. എനിക്കെതിരായി തിന്മ വിചാരിച്ചു. മോശമായവ നിരൂപിച്ചു. അവൻ മൃതപ്രായനായിരിക്കുന്നു. ഇനി ഒരിക്കലും അവൻ എഴുന്നേൽക്കുകയില്ല. എന്റെ ക്ഷേമം അന്വേഷിച്ചവനും ഞാൻ ആശ്രയിച്ചവനും എന്റെ അപ്പം ഭക്ഷിച്ചവനും ഞാൻ വിശ്വാസമർപ്പിച്ചവനും എന്നോട് കൊടുംവഞ്ചന ചെയ്തു. കർത്താവേ, അങ്ങ് എന്നെ കനിയണമേ. എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ. വിരോധികൾ എന്നെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ അങ്ങ് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമാകും. എന്റെ നിഷ്കപടത നിമിത്തം അങ്ങ് എന്നെ താങ്ങുന്നു. തിരുസവിധത്തിൽ എന്നേക്കും എന്നെ നിർത്തുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ.
അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. കാട്ടരുവീതിയുടെ നടക്കുന്ന കലമാനെ പോലെ കർത്താവെ ഞാൻ അങ്ങേ തേടുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എനിക്കെപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നെ പരിഹസിക്കുന്നു. ഇവയെല്ലാം ഓർത്തതിനാൽ ഞാൻ ദുഃഖിതനായി. അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് മൂകമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. എന്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു. യോർദാൻ ദേശത്ത് ഹെർമോനിലും മിസാരിലും ഞാൻ അങ്ങേ അനുസ്മരിച്ചു. വെള്ളപ്പാച്ചിലിന്റെ ഇരമ്പലാൽ ആഴമാഴത്തെ വിളിക്കുന്നു. ഓളങ്ങളും തിരമാലകളും എനിക്കുമീതെ കടന്നുപോയി. കർത്താവ് പകൽ തന്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്നെ മറന്നത് എന്തുകൊണ്ട്? ശത്രുപീഡനം മൂലം എനിക്ക് ദുഃഖിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നു ഞാൻ ദൈവത്തോട് ചോദിച്ചു. അസ്ഥികളുടെ തകർച്ചയെ ശത്രുക്കൾ എന്നെ നിന്ദിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് ദിനം തോറും അവർ എന്നോട് ചോദിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് മൂകമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. ദൈവമേ, എനിക്ക് ന്യായവിധി നടത്തി തരണമേ. കരുണയില്ലാത്ത ജനത്തോട് പകരം ചോദിക്കണമേ. ദുഷ്ടരും വഞ്ചകരുമായവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ ശക്തനായ ദൈവം അങ്ങാണല്ലോ. എന്തുകൊണ്ട് അങ്ങ് എന്നെ വിസ്മരിച്ചു? ശത്രുക്കളുടെ പീഡനം മൂലം ഞാൻ ദുഃഖിച്ചുടലാൻ കാരണമെന്ത്? അങ്ങയുടെ പ്രകാശവും വിശ്വസ്തതയും അയക്കണമേ. അവ എന്നെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ വിശുദ്ധ മലയിലേക്കും വിശുദ്ധ കൂടാരത്തിലേക്കും അവ എന്നെ ആനയിക്കട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തെയും ബാല്യത്തിൽ എന്റെ ആനന്ദമായിരുന്ന ദൈവത്തെയും സമീപിക്കും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരമീട്ടി ഞാൻ അങ്ങേ പുകഴ്ത്തും. എന്റെ ആത്മാവേ, നീ എന്തിനാ ആകുലപ്പെടുന്നു? നീ എന്തിനാ വിഷാദിച്ചുടലുന്നു? നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ. തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടണം. പാപം തെളിവായി ഞാൻ കാൺമോ തിരുമുൻപിൽ നാഥാ സകലേശ. ഭയമെൻ ഹൃദയത്തിൽ നിറയുന്നനുതാപം സ്വീകൃതമായിടുമോ? ലജ്ജ എന്റെ മുഖമാവരണം ചെയ്തു. അപമാനാവൃതനായി വിറയാർന്നവശനുമായി വിധിയുടെ ദിവസത്തിൽ നെടുവീർപ്പോടെ ഞാൻ നിൽക്കും തിരുമുൻപിൽ നാഥാ സകലേശ. കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവിൻ. നാഥാ, നീയാണെൻ സൃഷ്ടാവെന്നതിനാൽ മാമക പ്രത്യാശ നിന്നിൽ വയ്ക്കുന്നേൻ. കരുണാമയനേ, നിൻ കരുണയെനിക്കഭയം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദയതന്നുറവിടമേ, കറയും കുറവുകളും നീക്കാൻ കനിയണമേ. പാപം പോക്കണമേ, രോഗം നീക്കണമേ, അലിവിൻ ഔഷധമേ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് മൗനമായിരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് മൗനമായിരിക്കരുതേ. അങ്ങ് നിശബ്ദനായിരുന്നാൽ കുഴിയിലേക്ക് പോകുന്നവരോടൊപ്പം ഞാനും നശിച്ചു പോകും. ഞാൻ അങ്ങയുടെ പക്കൽ നിലവിളിക്കുന്നു. വിശുദ്ധാലയത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവാണ് എന്റെ സഹായവും ആശ്രയവും. എന്റെ ഹൃദയം കർത്താവിൽ ശരണപ്പെടുന്നു. ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രകീർത്തനങ്ങളാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുന്നാണ് തന്റെ ജനത്തിന്റെ ശക്തി, തന്റെ അഭിഷിക്തന്റെ രക്ഷകനും സഹായകനും. കർത്താവേ, അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങ് മേയ്ക്കണമേ, എന്നേക്കും നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവചരാചര സൃഷ്ടാവേ, നിൻ സത്യവർണ്ണ്യം അതിമഹനീയം. നിൻ സ്തുതി പാടാൻ തീർത്ഥവശക്തം ആരംഭവും മാനവഗണവും.
യോഗ്യതയറ്റൊരു മാനവവംശം നിന്നുടെ ദയ തന്നാഴം കണ്ടു. സ്നേഹത്തികവേ നല്ലവനേ നീ മർത്യസ്വഭാവം സ്വയമേറ്റു. മൃതിയാൽ മൃത്യുവിനപജയമേറ്റി രക്ഷകനാം നീ സ്വർഗം പോകി. ഉന്നത നൃപനും നാദനുമാം നീ ഉന്നത വേദിയിൽ ഉപവിഷ്ടനുമാ. കർത്താവാം നിൻ തിരുസവിധത്തിൽ ദൂതർ നിതരാം ഘോഷിക്കുന്നു. താതൻ പുത്രൻ റൂഹായാകും ദൈവം നിത്യം പരിശുദ്ധൻ താൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുൻപ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.